നമ്മുടെ ഈ സെമിനാർ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യോജിച്ച സമരനിര ഉയർത്തുന്നതിന്, മുദ്രാവാക്യം ഉയർത്തുന്നതിന് തുടക്കം കുറിക്കും എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പം തന്നെ നമ്മൾ സ്വല്പം കേട്ടോ, ഇനി അമാന്തം പാടില്ല. എന്തുകൊണ്ടാണ്? ട്രംപിൻ്റെ പ്രതികാര ചുങ്കം മൂലം ഒരു 35 ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതിയാ ഇന്ത്യക്കൊരു വർഷം നഷ്ടപ്പെടാൻ പോകും. പക്ഷെ അതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കയറും കശുവണ്ടിയും ചെമ്മീനും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണെങ്കിലും അത് ഈ 30 ബില്യൺ ഡോളറിൽ ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി ഡോളറിലായിരിക്കും പറയാം, എളുപ്പത്തിന് വേണ്ടിയിട്ട്. വെച്ചാലൊരു 3500 കോടി ഡോളർ രൂപ അറിയണമെങ്കിൽ അതിനെ 85 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ഇത്രയും നഷ്ടത്തിൽ കേരളത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു 200 കോടി ഡോളർ എന്ന് വെച്ചാൽ ഒരു 16,000 കോടി രൂപയെ വരുള്ളൂ. നമ്മെ സംബന്ധിച്ച് ഒരു കൊച്ചു സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ളത് വളരെ വലുതാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമല്ല. അതുകൊണ്ട് അവഗണിക്കപ്പെട്ടേക്കാം. ഏസൻ കരാറിൻ്റെ അനുഭവം നമുക്കുണ്ടല്ലോ. നമ്മുടെ തേയില, റബ്ബർ, നാളികേരം, തേയില, കാപ്പി ഇതൊക്കെ നമ്മുടെ കേരളത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇന്ത്യക്ക് അവഗണിക്കാൻ പറ്റി. നമ്മൾ ശബ്ദം ഉയർത്തിയിട്ട് ആരെങ്കിലും മൈൻഡ് ചെയ്ത? അതുകൊണ്ട് നമ്മൾ വളരെ ശക്തമായിട്ട് ഇന്നിവിടെ കയർ എക്സ്പോർട്ടേഴ്സ് പ്രതിനിധികളുണ്ട്, നമ്മുടെ മറൈൻ പ്രൊഡക്ട്സിൻ്റെ പ്രതിനിധികളുണ്ട്, കശുവണ്ടി കൂടി വേണ്ടിയിരുന്നു, ട്രേഡ് യൂണിയൻ പ്രതിനിധികളുണ്ട്, തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം, സംരംഭകർക്ക് പാക്കേജ്, ഇൻട്രസ്റ്റ് സബ്വെൻഷൻ, ഉദാരമായ വായ്പ, ഫ്ലൈറ്റ് അലവൻസിൽ ഇളവ് കൊണ്ടുവരാം. ഇങ്ങനെയുള്ളൊരു പാക്കേജ് വേണ്ടതുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള സമരം. ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ് ടീന, അല്ല, ഉണ്ട് വേറൊരു ഓപ്ഷൻ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തണം. ഈ മോഡി വെറുതെ എങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ വഴിയുണ്ടെന്ന്. വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് മോഡി ഇന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ തലയിലിരിക്കുള്ളൂ. എൻ്റെ അവതരണത്തിലെ ഞാൻ ഈ ഭാഗത്തേക്ക് കടക്കില്ല. അത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ വിശദമായിട്ട് കൈകാര്യം ചെയ്യും. കേരളത്തെ, ഇന്ത്യയെ, പ്രത്യേകിച്ച് കേരളത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മുടെ ചിന്ത സ്പെഷ്യലിൽ നിങ്ങൾക്ക് വിതരണം ചെയ്തിരിക്കുന്നതിലുണ്ട്. അതുകൊണ്ട് അതും അങ്ങനെ വിശദീകരിക്കാൻ ഒരുമ്പെടുന്നില്ല. ഒരു ആമുഖ അവതരണം എന്നുള്ള നിലയിൽ അതിലളിതമായിട്ട് ഈ മറിമായങ്ങളുടെ അന്തർദേശീയ പശ്ചാത്തലം എന്ത് എന്നുള്ളതാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. നേരത്തെ കണ്ടത് എന്താ മുദ്രാവാക്യം? നോ ടു ട്രംപ് ടാരിഫ്, നോ ടു മോഡീസ് ഫ്രീ ട്രേഡ്. ട്രംപ് തീരുവ ചുമത്താൻ പാടില്ല, മോഡി തീരുവ മാറ്റാനും പാടില്ല. ഇത് ഇരട്ടത്തപ്പല്ലേ? ഒരിരട്ടത്തപ്പുമില്ല. മാർക്സിൻ്റെ കാലം മുതൽ നമ്മൾ എടുത്തു വന്ന നിലപാടാണ്. നമ്മളെല്ലാ പ്രശ്നങ്ങളെയും തൊഴിലാളികളുടെയും അധ്വാനിക്കുന്ന ജനങ്ങളുടെയും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം.
മാർക്സിൻ്റെ കാലത്ത് ഇംഗ്ലണ്ടിലേക്ക് ചോളം ഇറക്കുമതി ചെയ്യണോ വേണ്ടയോ, അതിന് ഫ്രീ ട്രേഡ് വേണോ വേണ്ടയോ എന്നുള്ള തർക്കമുണ്ടായി. അതിലിടപെട്ട് പറഞ്ഞതാണ് സംരക്ഷണ ചുങ്കത്തെ സ്വതന്ത്ര വ്യാപാരത്താൽ ഏതെങ്കിലും കൂടുതൽ അനുകൂലിക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നിലപാടിൽ നിന്നുകൊണ്ട് രണ്ട് സമ്പ്രദായങ്ങൾ, ഫ്രീ ട്രേഡ് സ്വതന്ത്ര വ്യാപാരം അല്ലെങ്കിൽ സംരക്ഷണവാദം, രണ്ടിനെയും വിമർശിക്കുന്നതിനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് നിലപാടാണ് സ്വീകരിക്കുക. എന്താ തീരുവ ചെയ്യുന്നത്? തീരുവെന്ന് പറഞ്ഞാൽ ഇറക്കുമതിയുടെ മേലുള്ള നികുതിയാണ്. ആ നികുതി ചുമത്തുമ്പോൾ എൻ്റെ വില കൂടും. ഇപ്പം ഇറക്കുമതി ചെയ്യുന്നതിന് വില കൂടിയാലോ നാട്ടിലെ ഉൽപ്പാദനത്തിന് സംരക്ഷണം ലഭിക്കും. ഇതിനെയാണ് സംരക്ഷണവാദം എന്ന് പറയുന്നത്, പ്രൊട്ടക്ഷനിസം. ഇറക്കുമതി നിയന്ത്രിച്ച് നാട്ടിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. ഇന്ത്യ ഇറക്കുമതി ബദൽ വികസന തന്ത്രമാണ് സ്വീകരിച്ചിരുന്നത്. ഇറക്കുമതി നിരോധിച്ചിരുന്നു, അല്ലെങ്കിൽ വലിയ ഉയർന്ന ചുങ്കം ഉണ്ടായിരുന്നു. എന്തിനാ? ഇറക്കുമതിക്ക് പകരം ആ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ വ്യവസായങ്ങളിലും നമ്മുടെ കാർഷിക മേഖലയിലും ഉൽപ്പാദിപ്പിക്കുക. ഇതാണ് ഇറക്കുമതി ബദൽ വികസന തന്ത്രം. ഇത് സ്വീകരിച്ചതിൻ്റെ ഫലമെന്താ? കൊളോണിയൽ കാലത്ത് സ്വതന്ത്ര വ്യാപാരമായിരുന്നു. 1% ഒരു വർഷം നമ്മുടെ രാജ്യത്തെ വരുമാനം വർദ്ധിച്ചു കൊണ്ടിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടി ആദ്യത്തെ 2 പതിറ്റാണ്ട് 3.5% വെച്ച് ഉയർന്നു. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? 2 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ വളർച്ചയുടെ വേഗത മുരടിച്ചു. എന്തുകൊണ്ടാണ്? ഇറക്കുമതി നിരോധിച്ചിരിക്കുകയാണ്, കയറ്റുമതി ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ എത്ര വേഗം സമ്പദ്ഘടന വളരും എന്നുള്ളത് ആഭ്യന്തര കമ്പോളം, നാട്ടിലെ ജനങ്ങളുടെ ക്രയശേഷി എത്ര വേഗതയിൽ ഉയരും എന്നതിനെ ആശ്രയിച്ച് ആഭ്യന്തര കമ്പോളം മുരടിപ്പ്. അപ്പോൾ 80കളിൽ രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് ഇറക്കുമതി ബദൽ വികസന തന്ത്രത്തിന് പകരം കയറ്റുമതിയിലൂന്നുന്ന ഒരു വികസന തന്ത്രം ആവിഷ്കരിച്ചു. പക്ഷേ ചരിത്രം വളരെ ചുരുക്കി പറയാം, ഇത് 1990കളിലെ വിദേശ വിനിമയ പ്രതിസന്ധിയിലേക്കാണ് എത്തിയത്. ഇത് സന്ദർഭമായിട്ടെടുത്ത് അമേരിക്ക ത്രിമൂർത്തികൾ, IMF, വേൾഡ് ബാങ്ക്, WTO ആഗോളവൽക്കരണ പരിഷ്കാരം നടപ്പാക്കി. ഇന്ത്യ ആഗോള നിയോ ലിബറൽ വ്യവസ്ഥയുടെ ഭാഗമായി. ഇന്ത്യ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും ഈ മാറ്റം മനസ്സിലാക്കണം. നേരത്തെ ഇങ്ങനെയല്ലായിരുന്നു. സാമ്പ്രായത്ത വികസിത രാജ്യങ്ങളുണ്ട്, സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുണ്ട്, നമ്മളെപ്പോലുള്ള രാജ്യങ്ങളുണ്ട്. എല്ലാവരും സ്വതന്ത്രമായ നയങ്ങളാണ്. നമ്മൾ ഇറക്കുമതി ബദൽ വികസന തന്ത്രം, അമേരിക്ക ഫ്രീ ട്രേഡിന് വേണ്ടി, സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ സോഷ്യലിസം ഉണ്ടാക്കൽ. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഓരോ രാജ്യവും സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കുമായിരുന്നു. ഇന്നത് മാറി. സോഷ്യലിസം ഒന്ന് ശോഷിച്ചിട്ടുണ്ട്. അവികസിത രാജ്യങ്ങൾ ഒന്നായിരുന്നത് ഇപ്പോൾ 3ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ചിലർ വളരെ മുന്നോട്ട് പോയി, ചിലർ പണ്ടത്തെ പടി തന്നെ കിടക്കുന്നു, ചിലർ ഇടക്കാലത്തേക്ക്. പക്ഷെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ? പ്രധാനപ്പെട്ട വ്യത്യാസം നോക്കൂ, ഈ 3 ശക്തികളും സ്വതന്ത്രമാണ്. ഇവിടെ അങ്ങനെയല്ല, എല്ലാവരും ഒരു വലയത്തിനുള്ളിലാണ്. അതാണ് നിയോ ലിബറൽ ആഗോളക്രമം എന്ന് പറയുന്നത്. എന്തൊക്കെയാണത് ഈ ആഗോളക്രമം? 1 സ്വതന്ത്ര വ്യാപാരം, 2 സ്വതന്ത്ര നിക്ഷേപം, 3 ഭൗതിക സ്വത്തവകാശം, യൂണിവേഴ്സൽ പേറ്റന്റ് ലോസ്, 4 ഡോളർ നാണയ വ്യവസ്ഥ, 5 ഫിനാൻസ് മൂലധനത്തിൻ്റെ ആധിപത്യം. നമ്മൾ വളരെ ചുരുക്കി ഒന്ന് ഉൾട്ടപ്രദർശനം നടത്താൻ പോവുകയാണ്. എന്തിനത് പറയുന്നറിയാം? അത് അവസാനം മനസ്സിലാവും. ആഗോള പ്രാധാന്യം, വ്യാപാരത്തിൻ്റെ പ്രാധാന്യം നോക്കിക്കേ. 1970 25% വരെയുള്ളായിരുന്നു ആഗോള വ്യാപാരം. ഇന്ന്
ആഗോള വ്യാപാരം ലോക ഉൽപ്പാദനത്തിൻ്റെ 60% മുകളിലാണ്. നാൾക്ക് നാൾ വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളും സംയോജിതമായിട്ട് തീരെയാണ്. 2, വിദേശ മൂലധനത്തിൻ്റെ പ്രത്യക്ഷ മൂലധനത്തിൻ്റെ ഒഴുക്ക് ഗണ്യമായിട്ട് ഉയരുന്നു. ചില ഫാക്ടറികളിലും വ്യാപാരത്തിലുമൊക്കെ നിക്ഷേപിക്കുന്ന വിദേശ മൂലധനം അത് GDP-യുടെ ശതമാനം, ആഗോള GDP-യുടെ ശതമാനം എടുത്തിരുന്നെങ്കിൽ 0.5% തൊട്ട് മുകളിൽ 1% താഴെയായിരുന്നു. എന്നാൽ ഇത് കയറിയപ്പോൾ 4%-ലേക്കും 3.5%-ലേക്ക് എത്തിയിരിക്കുകയാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഹസ് ബിക്കം ഇമ്പോർട്ടൻറ്റ്. പേറ്റന്റ് ലോ, ഇവിടെ നേരത്തെ ബിജു കൃഷ്ണൻ കരീം അത് പരാമർശിക്കുകയുണ്ടായി. ഇന്നേ വിജ്ഞാനം പ്രത്യക്ഷ ഉൽപാദന ഉപാധിയായി മാറിയിരിക്കുക. ജനിതകജ്ഞാനം എടുക്കുന്നു, ആ വിജ്ഞാനം ഉപയോഗിച്ചിട്ടാണ് പുതിയ ജീവജാലങ്ങൾ ഉണ്ടാക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി, ആ വിജ്ഞാനം ഉപയോഗിച്ചിട്ടാണ് നിർമ്മിത ബുദ്ധി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വിജ്ഞാനം തന്നെ പ്രത്യക്ഷ ഉൽപാദന ഉപാധിയാവുകയാണ്. മുതലാളിത്തത്തിൽ വളരണമെങ്കിൽ ഈ ഭൂമിയും മറ്റുമൊക്കെ സ്വകാര്യ സ്വത്തായിരിക്കുന്ന പോലെ വിജ്ഞാനവും സ്വകാര്യ സ്വത്താവണം. അതിനുള്ള നിയമം ലോകം മുഴുവൻ, ഇന്ത്യ ഇപ്പോഴും മുഴുവനും അംഗീകരിച്ചിട്ടില്ല. അത് പൂർണ്ണമായിട്ട് അമേരിക്ക പറഞ്ഞ പോലെ ആക്കണമെന്നുള്ളതാണ് കരീം സൂചിപ്പിച്ചത്. 4, ഡോളർ നാണയ വ്യവസ്ഥ. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ലോക നാണയം വേണ്ടിയിരുന്നു. കച്ചവടം സുഖമാണ് തന്നെ. അതിക്ക് മുമ്പ് സ്വർണ്ണമായിരുന്നു. പക്ഷേ അഭൂതപൂർവമായിട്ട് വ്യാപാരം വർദ്ധിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്വർണം ആവശ്യത്തിനുണ്ടാവില്ല. അപ്പം അമേരിക്ക പറഞ്ഞു, എന്തിനാ സ്വർണം അന്വേഷിച്ചു പോണേ? ആര് സ്വർണം കൊണ്ടുവന്നാലും $35 കൊണ്ടുവന്നാൽ ഞങ്ങൾ ഒരു ഔൺസ് സ്വർണം തന്നേക്കാം. ആര് $35 കൊണ്ടുവന്നാലും ഒരു ഔൺസ് സ്വർണം തരാം. അതുകൊണ്ട് ഈ ഡോളറെ സ്വർണ്ണമായിട്ട് കരുതിക്കോ. അമേരിക്ക വലിയ ഏറ്റവും വലിയ ശക്തി ആയതുകൊണ്ട് എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ ഡോളർ നാണയ വ്യവസ്ഥ വന്നു. അമേരിക്കയുടെ ഡോളറാണ് ലോക നാണയം. കാരണം ആര് $35 കൊണ്ടു കൊടുത്താലും ഒരു ഔൺസ് സ്വർണം കിട്ടും. പക്ഷെ നിക്സന്റെ കാലമായപ്പോൾ നിക്സൺ പറഞ്ഞു, ഇങ്ങനെ കാശ് കൊണ്ടുവന്നാൽ തരാനില്ല സ്വർണം. കാരണം എന്താ? അമേരിക്കക്ക് ഇത് വലിയ അവസരമായി. നമ്മുടെ സർക്കാരിന് ഇഷ്ടം പോലെ ഒട്ടച്ചടിച്ചിറക്കിയാൽ നമ്മൾ മേടിക്കൂലേ? അതുപോലെ ലോകത്തെവിടെയും അമേരിക്കൻ ഡോളർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ ലോക രാജ്യങ്ങൾ മേടിച്ച് അത് സൂക്ഷിച്ചോളും എന്ന് കണ്ടപ്പോൾ അമേരിക്ക ലോക യുദ്ധങ്ങൾ നടത്താൻ, സൈനിക താവളങ്ങൾക്ക്, ഇൻവെസ്റ്റ്മെൻറ്റിന് ഒക്കെ എന്ന് മാത്രമല്ല വലിയ തോതിൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുക. അതിന് വരുമാനം നോക്കണ്ട, ഡോളർ അടിച്ചാൽ മതി. അങ്ങനെ ഒത്തിരി ഡോളർ ലോകത്ത് ആവശ്യത്തിലധികം വന്നപ്പോൾ ചിലർക്ക് സംശയം, വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക തോറ്റപ്പോൾ ശരിക്കും ഡോളർ കൊണ്ടുപോയി കിട്ടാൽ സ്വർണം കിട്ടുമോ? അങ്ങനെ ആദ്യം കുറച്ച് പേര് വന്നു, അവർക്ക് കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ളവരും വന്നു. അപ്പോൾ നിക്സന് മനസ്സിലായി, എല്ലാവരും കൂടി വന്നാൽ അമേരിക്കയിലുള്ള മുഴുവൻ സ്വർണം കൊടുത്താലും ഒരു 10% പോലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിക്സൺ പറഞ്ഞു, ഇനി തരാൻ പറ്റില്ല. ഇനി പഴയ ഡോളർ കൊണ്ട് വന്നാൽ പുതിയ ഡോളർ നോട്ട് തരാനേ പറ്റൂ, നമ്മുടെ റിസർവ് ബാങ്ക് ചെയ്യുന്ന പോലെ. പക്ഷെ പിന്നെയും ഡോളർ പിടിച്ചു നിന്നു. എങ്ങനെയാ? ആ കാലത്താണ് പെട്രോളിൻ്റെ വില 10 ഇരട്ടിയായിട്ട് കൂടിയത്. അപ്പോൾ പെട്രോളിയം രാജ്യങ്ങളുടെ കയ്യിൽ വലിയ തോതിൽ ഡോളർ വന്നു ചേർന്നു. അവർക്ക് മിച്ചമുണ്ട്. അമേരിക്ക അവരുമായിട്ട് കരാറാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗദി അറേബ്യയായിട്ടാണ്. ഇവരുടെ ഈ ഡോളർ അമേരിക്കൻ കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കും. ഒരു പലിശയും കിട്ടും. ഡോളറെ കൈവച്ചുകൊണ്ടിരുന്നാൽ പലിശ കിട്ടത്തില്ല. കടപ്പത്രത്തിൽ നിക്ഷേപിച്ചാൽ പലിശയെങ്കിലും കിട്ടുമല്ലോ. അങ്ങനെ
ഏറ്റവും കൂടുതൽ ഡോളർ പെട്രോളിൻ്റെ വില കൂടിയുകൊണ്ട് അറബികളുടെ കയ്യിലേക്കാണ്. അവരൊക്കെ അമേരിക്കൻ കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് നിക്സൺ കാലം മാറിയെങ്കിലും ലോക നാണയമായിട്ട് ഡോളർ തന്നെ തുടങ്ങി. ഇന്നും ലോകത്തെ 56% വിദേശ വിനിമയ ശേഖരം ഡോളറിലാണ്. അഞ്ചാമത്തത് ഈ ലോക വ്യവസ്ഥയെക്കുറിച്ച് ഫിനാൻസ് മൂലധനത്തിൻ്റെ അഭൂതപൂർവമായ നേരത്തെ പ്രത്യക്ഷ മൂലധന നിക്ഷേപത്തെ കണ്ടു. അതിനുപുറമെ ഹ്രസ്വകാല നിക്ഷേപങ്ങൾ, ഷെയർ മാർക്കറ്റിലെല്ലാം കളിക്കാൻ വരുന്ന ചെറിയ ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്കൊക്കെ വരുന്ന മൂലധനമുണ്ട്. മൂന്നാമത്തെ പോർട്ട്ഫോളിയോ ഫിനാൻസ് ക്യാപിറ്റൽ എന്ന് പറയും. മറ്റ് അന്തർദേശീയ കൈമാറ്റങ്ങൾ, വിദേശ വിനിമയ കൈമാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഫിനാൻസ് മൂലധനത്തിൻ്റെ ഉള്ളടക്കം, അല്ല കൈമാറ്റത്തിൻ്റെ ഉള്ളടക്കം. ഇതിന് വേണ്ടിയിട്ട് കമ്പോളങ്ങളുണ്ട്. ഓഹരി കമ്പോളം, ആഗോള ബോണ്ട് കമ്പോളം, ആഗോള പണക്കമ്പോളം, ആഗോള ചരക്കമ്പോളം. ഇനിയാണ് പ്രധാനപ്പെട്ടത്. നോക്കിക്കേ, അവസാനത്തെ ലൈൻ. ഈ വിവിധ കമ്പോളങ്ങളിൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, ഒരു രാജ്യത്തു നിന്ന് ഒരു രാജ്യത്തിലേക്ക്, വേറൊരു രാജ്യത്തിലേക്ക് ഈ പണം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുക. പണം ഒരിക്കലും വെറുതെ ഇരിക്കില്ല. ഒരു ദിവസം 687 ലക്ഷം കോടി രൂപയുടെ 687 ലക്ഷം കോടി രൂപയുടെ വിദേശ നാണയമാണ് അതിർത്തി കടന്ന് പരക്കം പായുന്നത്. നമുക്ക് ഊഹിക്കാൻ പറ്റും വലിപ്പം എന്താണെന്ന്. അതിൽ ഓരോ ഇനത്തിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ആ എണ്ണം ലക്ഷം കോടി ഡോളറിലാണ്. ഒരു ദിവസം 687 ലക്ഷം. നൗ ഏതെങ്കിലും ഒരു രാജ്യം ഈ ഫിനാൻസ് മൂലധനത്തിന് തൃപ്തിയില്ലാത്തതിനും കാര്യം ചെയ്താൽ എന്തുണ്ടാവും? ആ രാജ്യത്തുള്ള മുഴുവൻ പണവും പുറത്തോട്ട് ഓടും. ഒരു രാജ്യത്തിന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ശ്രീലങ്ക എന്ത് വിപ്ലവകരമായ മുദ്രാവാക്യം പറഞ്ഞാണ് ഡിസ്നായ്ക്ക് അധികാരത്തിൽ വന്നത്. 1 വർഷം കഴിഞ്ഞിട്ടും വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താ കാര്യം? പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവിടെയുള്ള വിദേശ പണം മുഴുവനും പുറത്തോട്ട് ഒഴുകും. ഒരു മണി അരി പോലും ഇറക്കുമതി ചെയ്യാനുള്ള പണം ഉണ്ടാവില്ല. ഇതാണ് ഈ ആഗോളക്രമം എന്ന് പറഞ്ഞ് നമ്മൾ തുറന്നു കൊടുത്തു. അതിൻ്റെ ഭാഗമായി ഇനി പുറത്ത് കിടക്കാൻ വലിയ പ്രയാസം. ഇത് ഈ ട്രംപിനറിയാം അല്ലേ? ഓരോ രാജ്യത്തിനും അമേരിക്ക അല്ലെങ്കിൽ G7 എടുക്കുന്ന നടപടികളെ എതിർക്കുന്ന ദൈവശ്രമകരമായി കയറ്റിവിടുന്ന നിയന്ത്രണം അടിച്ചേൽപ്പിച്ചാൽ പകരം പെട്ടെന്ന് മാർക്കറ്റിലേക്കോ പകരം ഉൽപ്പാദനത്തിലേക്കോ മാറുക പ്രയാസം. ഉപരോധം, അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാൽ വിദേശ വിനിമയ ശൃംഖല തകരും. പുറത്തേക്ക് മൂലധനത്തിൻ്റെ കുത്തൊഴുക്കുണ്ടാവും. വലിയ സാമ്പത്തിക തകർച്ചയെ നേരിടേണ്ടി വരും. ഇതാണ് ലത്തീൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ വലിയ വിപ്ലവകരമായ മുദ്രാവാക്യം വിളിച്ച് ജയിച്ച് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പമ്മി നിൽക്കുന്നത് എന്താ? ഈ ലോകക്രമത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നതുകൊണ്ടാണ്. ട്രംപിനറിയാം നമ്മളെല്ലാം വെട്ടിലാണ്. അതുകൊണ്ടാണ് ഏകപക്ഷീയമായ ഭീഷണിയും തീരുവയും. അവൻ്റെ വർത്തമാനം കേട്ടിട്ടില്ല. എന്താ ഈ അഹങ്കാരത്തിൻ്റെ അടിസ്ഥാനം? ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മരുതി നിൽക്കാൻ നമ്മൾ നിർബന്ധിതരാണെന്ന് ഈ കക്ഷിക്കറിയാം. അതുകൊണ്ട് എല്ലാം മാന്യതയും വിട്ടിട്ടുള്ള വർത്തമാനങ്ങളാണ്. ഇവയുടെ പ്രത്യാഘാതങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് എന്തുകൊണ്ട് സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്ന് സംരക്ഷണവാദത്തിലേക്ക് അമേരിക്ക മലക്കം മറിഞ്ഞു? അമേരിക്കയുടെ മലക്കം മറിച്ചിൽ എന്തുകൊണ്ട് അമേരിക്ക ഇങ്ങനെ മാറി? ട്രംപിൻ്റെ ഭ്രാന്താണോ? നോ. ചില പ്രശ്നങ്ങൾ ഇവൻസാണ് വൈസ് പ്രസിഡന്റ് വാൻസ്. കുടുംബം പാതി ഇന്ത്യയാണ്. കക്ഷിയുടെ പ്രസംഗം ഉണ്ട് കേട്ടോ. ആഗോളവൽക്കരണത്തിൻ്റെ ആശയം ധനിക രാജ്യങ്ങൾ മൂല്യവർദ്ധിത ശൃംഖല ഉയർന്ന തലങ്ങളിലേക്ക് കയറും. ഞങ്ങളുടെ പോലെ രാജ്യങ്ങൾ വാല്യൂ ചെയിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമെന്നാണ് ഞങ്ങൾ ധരിച്ചത്.
പാവപ്പെട്ട രാജ്യങ്ങൾ പിന്നാലെ വരൂ, അവരെപ്പോഴും പുറകിലായിരിക്കും. പബ്ലിക് പ്രസംഗമുണ്ടാ സ്റ്റാൻഫോർഡിൽ പോയിട്ട്. പക്ഷെ ഇപ്പോൾ നാം ചിന്തിച്ചറിയില്ല, തിരിച്ചറിയുന്നു. അവർ പിന്നിൽ നിന്ന് മൂല്യവർദ്ധിത ശൃംഖലയുടെ നമ്മുടെ തൊട്ടു പിന്നാലെയുണ്ട്. വളരെ പുറകിലല്ല, തൊട്ടു പിന്നാലെ. മാത്രമല്ല, ചിലർ നമുക്ക് മുകളിൽ നേരിട്ട് കയറുന്നു. രണ്ടറ്റത്തു നിന്ന് നമ്മളെ ഞെരുക്കുകയാണ്. അമേരിക്കയുടെ എന്നെ കുമ്പസാരണം കേട്ടാ. എന്താ ബ്രിക്സിൻ്റെ വളർച്ച നോക്കിക്കേ. ചുവന്നത് ബ്രിക്സാണ്. 2020 ബ്രിക്സിൻ്റെ GDP G7 GDP മറികടന്നു. ഇതാണ് വന്നിരിക്കുന്ന മാറ്റം. ചൈനയുടെ അമേരിക്ക എടുത്താലോ, 2010 അമേരിക്കയുടെ GDPയുടെ പകുതിയെ ചൈനയുള്ളൂ. എന്നാൽ 2025 ആവുമ്പോൾ ചൈന അമേരിക്കൻ GDP മറികടന്നിരിക്കുന്നു. 2030 ആവുമ്പോഴോ വളരെ ഉയർന്നു. കളിയിൽ തോറ്റു. അപ്പോൾ ട്രംപ് പറയുന്ന ഇനി കളിയുടെ നിയമം വേറെയാണ്. ഇതാണ് പ്രശ്നം. അതാണ് നിയമം മാറ്റിയിരിക്കുന്നത്. നോക്കിക്കേ, 1900-ലേക്ക് 30% അമേരിക്ക ചുങ്കമുണ്ടായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധം വരെ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് മേൽ കർശനമായ ചുങ്കമാണ് കാണാം, ഉയർന്ന ചുങ്കമാണ് കാണാൻ കഴിയും. എന്നാൽ 1950 ആയപ്പോൾ അമേരിക്ക സ്വതന്ത്ര വ്യാപാരത്തിൻ്റെ വക്താവായി. അതിൻ്റെ ഫലമായിട്ട് ചുങ്കം താണു. 2.4% വരെയൊക്കെ താഴ്ത്തെത്തി. ട്രംപ് വന്നു, ഒറ്റ ഉയർത്തം. കളിയുടെ നിയമം ട്രംപ് മാറ്റിയത് ഇങ്ങനെയാണ്, പഴയതിലേക്ക് പോയി. എന്തിനാ ഇത് മാറ്റിയത്? ഇതാണ് ഇനി എൻ്റെ അവതരണത്തിൽ ബാക്കിയുള്ളത്. അരമണിക്കൂറാവും, അപ്പോൾ ഞാനത് ചുരുക്കും പഠിച്ച്. ഒന്ന്, അമേരിക്കയുടെ പുനർവ്യവസായവൽക്കരണം. ഇന്നും അമേരിക്ക തന്നെയാണ് കേട്ടോ ഏറ്റവും വലിയ സമ്പദ്ഘടന. ഉൽപ്പാദനത്തിൽ വ്യവസായത്തിൽ പുറകോട്ട് പോയെങ്കിലും അമേരിക്ക സേവന മേഖലയിൽ വളരെ ഉയരുകയാണ്. അമേരിക്കയുടെ ബഹുരാഷ്ട്ര കമ്പനികൾ അമേരിക്കയിൽ വ്യവസായിക്കുന്നതിന് പുറത്തുപോയി വ്യവസായം ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് വ്യവസായം കുറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരുടെ ലാഭമൊക്കെ അമേരിക്കയിലേക്കാണ് വരുന്നത്. അപ്പോൾ അമേരിക്ക തന്നെ ഏറ്റവും വലിയ സമ്പദ്ഘടന. പക്ഷെ ഇന്ന് അമേരിക്ക വ്യവസായ രാജ്യമല്ല. 40കളിൽ അമേരിക്കയിൽ 35% തൊഴിലാളികളും വ്യവസായ തൊഴിലാളികളായിരുന്നു. ഇപ്പോൾ 10%. 1.8 കോടി വ്യവസായ തൊഴിലാളികൾ അമേരിക്കയിൽ 90-ലുണ്ടായിരുന്നു. ഇപ്പം അത് 1.2 കോടിയായിട്ട് കുറഞ്ഞു. ഇങ്ങനെ ജോലി നഷ്ടപ്പെട്ട വ്യവസായ തൊഴിലാളികളാണ് ട്രംപിന് പിന്തുണ നൽകിയ ഒരു വിഭാഗം. റസ് സിറ്റീസിലെ വോട്ടർമാരെന്ന് പറയും. അവർക്കെന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപിൻ്റെ മേക്ക് അഗെയിൻ അമേരിക്ക ഗ്രേറ്റ് മുദ്രാവാക്യം സംരക്ഷണ ചുങ്കം ഏർപ്പെടുത്തി വീണ്ടും വ്യവസായവൽക്കരിക്കുക. ലോകത്തെ മറ്റ് രാജ്യങ്ങളെല്ലാം അമേരിക്കയെ ചൂഷണം ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. രണ്ടാമത്തെ ലക്ഷ്യം ഡോളർ നാണയ വ്യവസ്ഥ നിർത്താൻ. ഇതിനിടയിൽ എന്താ സംഭവിച്ചേ? ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറൈസേഷൻ, അവർ തമ്മിലുള്ള വ്യാപാരം തങ്ങളുടെ നാണയത്തിലാക്കി. റഷ്യ ചൈന വ്യാപാരത്തിൻ്റെ 90%, റഷ്യ ഇറാൻ വ്യാപാരത്തിൻ്റെ 90%, റഷ്യ ഇന്ത്യൻ വ്യാപാരത്തിൻ്റെ സിംഹപങ്ക്. ഇപ്പോൾ ബ്രസീൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് അവരവരുടെ നാണയത്തിലാക്കി. ഡോളർ വേണ്ട, നമ്മൾ തമ്മിൽ വർഷാവസാനം ബാലൻസ് എത്രയും നോക്കിയിട്ട് അങ്ങോട്ടും കണക്ക് പറയുക എന്നുള്ളതാണ്. ചൈനയാണെങ്കിലോ നോക്കിക്കേ, ചൈനയ്ക്ക് ഇതൊക്കെ പറഞ്ഞാലും ചൈനയാണ് ഏറ്റവും കൂടുതൽ ഡോളർ കൈവശമുള്ള രാജ്യം. അതുകൊണ്ട് ഡോളർ തകർന്നാൽ ചൈനയുടെ നിന്ന് പണം മുഴുവൻ പോവും. അതുകൊണ്ട് ചൈന എന്താ ചെയ്യണമെന്നറിയപ്പോൾ എല്ലാ രാജ്യങ്ങളും പറയണം, ഞങ്ങൾ റോഡ് പണിത് തരാം, തുറമുഖം പണിത് തരാം, റെയിൽവേ പണിത് തരാം. എന്നിട്ട് ഈ പണം എടുത്ത് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളിലും നിക്ഷേപം നടത്തുകയാണ്.
നിക്ഷേപം നടത്തുകയാണ്. അതിനാണ് റോഡ് ബെൽറ്റ് പ്രോഗ്രാം. അപ്പോൾ ചൈനയുടെ കയ്യിലുള്ള ഡോളർ അവർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 2023 ജോഹാനസ്ബർഗിൽ ചേർന്നപ്പോൾ ബ്രിക്സ് പറഞ്ഞു ഒരു പുതിയ ലോക നാണയം ഉണ്ടാക്കാം. ട്രംപിൻ്റെ ഭീഷണി, പുതിയ നാണയമായിട്ട് ആരെങ്കിലും ബന്ധപ്പെട്ടാൽ 100% ചുങ്കം വരും. റഷ്യയുമായിട്ട് വ്യാപാരം നടത്തിയാൽ ചുങ്കം. ഇന്ത്യക്കെതിരായ ഭീഷണി അതാണ്. ബ്രിക്സുമായി ബന്ധപ്പെടുന്ന രാജ്യങ്ങൾക്കെല്ലാം 10% ചുങ്കം. കലി പൂണ്ടിട്ട് എന്തൊക്കെ പറയുന്ന വല്ല പിടുത്തമുണ്ട്. പിന്നെ ബ്രിക്സ് ചത്തു എന്ന അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രഖ്യാപനം. ഞാൻ പറയുന്ന വെച്ചാൽ എന്തിനാ ഈ മറിമാറ്റം? ഒന്ന്, അമേരിക്കയിലെ വ്യവസായങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ. 2, ഡോളറിനെതിരായിട്ടുള്ള ഭീഷണിയെ തടയാൻ. 3, അമേരിക്ക ഒട്ടനവധി നികുതി ഇളവ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ പുതിയ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബഡ്ജറ്റിൽ പോലും ഒരുപാട് നികുതി ഇളവുണ്ട്. അപ്പോൾ കമ്മി കൂടും, അത് പാടില്ല. അപ്പം വരുമാനം എങ്ങനെയാ? 10% നികുതി എല്ലാവർക്കും മേൽ ചുമത്തിയാൽ അത്രയും വരുമാനം ഉണ്ടാവും. ഇപ്പം ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിൻ്റെ കണക്ക് പ്രകാരം 2026 മുതൽ $300 ബില്യൺ റവന്യൂത്തിന് 5% തീരുവെന്നായിരിക്കും. 4, ഔട്ട്റൈറ്റ് രാഷ്ട്രീയ ആയുധം. ലോകക്രമത്തിൽ ഒരു രാജ്യത്തിന് വെല്ലുവിളിക്കാനൊക്കെ പറ്റില്ലെന്ന് ട്രംപിനറിയാം. അതുകൊണ്ട് പറയുന്നത് സോവിയറ്റ് യൂണിയൻ ഉപരോധം കച്ചവടം നടത്തിയാൽ ഞങ്ങൾ നിങ്ങളെ തീരുവ കൂട്ടും. ബ്രസീലിൻ്റെ മുൻ പ്രസിഡന്റ് ബോൾസനാരോയ്ക്കെതിരെ കേസെടുത്ത് അത് പിൻവലിച്ചില്ലെങ്കിൽ 100% നികുതി ബ്രസീലിനെതിരായിട്ട്. ഇന്ത്യക്ക് എതിരെ 50% നികുതി. എന്തിന്? ഉഭയകക്ഷി ബൈലാറ്ററൽ ട്രേഡ് ട്രീറ്റി ഇല്ലാതാക്കുകയാണ്. സോ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റ് രാജ്യങ്ങളെ ചൊൽപ്പിടിക്ക് നിർത്താനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് തീരുവയെ മാറ്റിയിരിക്കുകയാണ്. 5 മിനിറ്റേ ഉള്ളൂ. സോ ജസ്റ്റ് റഷ് ത്രൂ. കേരളത്തിലേക്ക് കിടക്കില്ല. ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ്? ഇന്ത്യയുടെ കാർഷിക താരിഫ് 36.5% ശരാശരി. ട്രംപ് പറയുന്നതാണ് ഞാൻ 2.4% ഇന്ത്യക്ക് നേരെ ചുമത്തുന്നുള്ളൂ. ഇത് ഇരട്ടത്തപ്പാണ്. ഞങ്ങൾ ചുമത്താത്ത ചുങ്കം നിങ്ങൾ ചുമത്തുന്ന എങ്ങനെ? നിങ്ങളുടെ ചുങ്കം തുറന്നു തന്നെ കുറയ്ക്കണം, തീരുവ കുറയ്ക്കണം, ഇറക്കുമതി കൂട്ടണം. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ കാർഷിക മേഖലയെക്കുറിച്ച് ഓർത്തത് ട്രംപ്? ചൈനയുമായിട്ട് ഗുസ്തിക്ക് പിടിച്ചു പോയി, മൂക്കിനിടി കൊണ്ടു. ചൈന എന്ത് ചെയ്തു? അമേരിക്ക എന്നുള്ള കാർഷിക കമ്മിറ്റിയുടെ 17% ചൈനയിലേക്കായിരുന്നു. അവരെ തങ്ങം നിർത്തി. നമ്മളെ ഇന്ത്യ പോലെയല്ല. സോയാബീൻസ് ഇത്തവണ 0 ഈ വർഷം. ആടെ നിർത്തിക്കളഞ്ഞു. ബാക്കിയുള്ളതും മാറി. അപ്പോൾ ഒരു ബദൽ മാർക്കറ്റ് പെട്ടെന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഇന്ത്യ. അന്ന് ഇന്ത്യയെ അങ്ങ് തുറപ്പിക്കാം എന്നങ്ങ് ട്രംപ് തീരുമാനിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അമേരിക്കയും നമുക്കും വ്യത്യസ്തമായ നില? ഒന്നേ, 50 കോടി ജനങ്ങളാണ് ഈ കാർഷിക മേഖലയിൽ. ട്രംപിൻ്റെ അമേരിക്കയിലോ 21 ലക്ഷം ആളുകൾ. അതുകൊണ്ട് ട്രംപ് പറയുന്ന പോലെ രണ്ടും കാർഷിക മേഖല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ഭക്ഷ്യസുരക്ഷയുടെ അടിസ്ഥാനമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഉണ്ടായ ഭക്ഷ്യ ക്ഷാമങ്ങളും മരിച്ച കോടികളുടെയും കണക്ക് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഭക്ഷ്യസുരക്ഷയുടെ അടിസ്ഥാനത്തിൽ നമുക്കിത് ഇളവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഘാട്ട് കരാറുണ്ടാക്കിയപ്പോൾ അന്നേ കൃഷിയെ പുറത്തായി. പിന്നെ ഡങ്കൽ ഡ്രാഫ്റ്റ് വന്ന് WTO ഉണ്ടാക്കാൻ പോയപ്പോഴാണ് കൃഷിയെയും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. നമ്മൾ എതിർത്തു. എല്ലാ 3 ലോക രാജ്യങ്ങളും എതിർത്തു. അവസാനം ഒത്തുതീർപ്പായി. 3 ലോക രാജ്യങ്ങൾക്ക് ഇളവുണ്ടാവും. അവർക്ക് ഉയർന്ന താരിഫ് ചുമത്താം.
തുറന്നു കൊടുക്കണം, പക്ഷേ താരിഫ് ഉയർത്താം, അവർക്ക് ഉയർന്ന സബ്സിഡി കൊടുക്കാം, അതിലൊക്കെ ഇളവ് കൊടുക്കും. അങ്ങനെ ഇന്ത്യക്ക് 116% ശരാശരി ചുങ്കം ചുമത്താം. ഇതിനെയാണ് ബൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് റബ്ബറിൻ്റെ ബൗണ്ട് റേറ്റിനെ കുറിച്ചൊക്കെ ഒത്തിരി ചർച്ച കേരളത്തിൽ നടന്നിട്ടുള്ളതാണ്. 116% ചുമതല. അത് ചുമത്താതെ 36.5% ഇന്ത്യ ചുമത്തുന്നുള്ളൂ. വന്നിട്ടാണ് ട്രംപ് കുതിര കയറുന്നത് ഈ അമേരിക്ക കൂടി ഒപ്പിട്ടിട്ടുള്ള കരാറാണെന്ന്, ഇന്ത്യക്ക് ഇതിന് അവകാശമുണ്ടെന്ന്. അതുകൊണ്ട് പരസ്യമായി പറയല്ല, നമ്മൾ പറയണത് ഇതില്ലെങ്കിൽ ഞങ്ങൾ ചുങ്കം ചുമത്തും, നമ്മൾ വെട്ടിലായിട്ടുണ്ട്. നോക്കിക്കേ, അമേരിക്കയും ഇന്ത്യയും കാർഷിക താരതമ്യം, ജനസംഖ്യ 21 ലക്ഷം, അമേരിക്കയിൽ ഇന്ത്യയിൽ 53 ലക്ഷം. ശരാശരി കൃഷിയിടം 464 ഏക്കർ അമേരിക്കയിൽ, ഇന്ത്യയിൽ 2 ഏക്കറിൽ താഴെ. ക്ഷീരകൃഷിക്കാർ അമേരിക്കയിൽ 337 കന്നുകാലികളാണ് ഒരു ക്ഷീരകൃഷിക്കാരന്. ഇന്ത്യയിലോ കൃഷിക്കാർക്കും ഇത് 1, 2, 3 കന്നുകാലികൾ വീതം. ഉൽപാദനക്ഷമത അമേരിക്കയിൽ $75,000 ഒരു കാർഷിക മേഖലയിലെ ഒരു തൊഴിലെടുക്കുന്ന ആൾക്ക്. ഇന്ത്യയിലോ 1150. ടോട്ടലി മെക്കനൈസ്ഡ് ആയിട്ടുള്ള കൃഷിയൊക്കെയാണ്. ഉൽപാദനക്ഷമത ഏക്കറിനെടുത്താൽ അമേരിക്കയിൽ 3500, 4000, ഇന്ത്യയിൽ 1000, 1200. അപ്പോൾ തുറന്നു കൊടുത്താലുണ്ടല്ല നമ്മുടെ കഥ തീരും കേട്ടോ. അതാണ് ബിജു കൃഷ്ണൻ പറഞ്ഞത്. കാർഷിക സബ്സിഡി, ഡയറക്റ്റ് സബ്സിഡി ക്രോപ്പിന് നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് സബ്സിഡിയാണ്. 6.4 ബില്യൺ കൊടുക്കുമ്പോൾ ഇന്ത്യ കൂടുതലുണ്ട്. ഇൻപുട്ട് സബ്സിഡി മുഴുവനാണ് പോലെ 21-30 ബില്യൺ. ക്രോപ്പ് ഇൻഷുറൻസ് അമേരിക്ക നമ്മുടെ ഒരു 7 മടങ്ങ്. അമേരിക്കയിൽ ഈ ക്രോപ്പിനൊക്കെ നേരിട്ട് ഇൻപുട്ടിന് സബ്സിഡി കൊടുത്താൽ അളന്നു നോക്കും, എന്നിട്ട് പിടിക്കാം WTOന് നിങ്ങൾ കൂടുതൽ കൊടുത്തു എന്നൊക്കെ. അതുകൊണ്ട് അമേരിക്ക അധികം കൊടുക്കില്ല. അനുപരം തരിശിട്ട് കഴിഞ്ഞാൽ അമേരിക്ക സബ്സിഡി കൊടുക്കും. 6 ബില്യനാണ് തരിശിട്ടാണ് കൊടുക്കുന്നത്. ഭക്ഷ്യ സബ്സിഡി നോക്കിക്കേ, ഇന്ത്യ 20 ബില്യൺ, അമേരിക്ക 65 രൂപ. തൊഴിലുറപ്പ് PM കിസാനൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 20 വരും. ഈ തൊഴിലുറപ്പ് സബ്സിഡിയായിട്ട് കൂട്ടണോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതാണ്. 85 അമേരിക്കയിൽ ബില്യൺ ഡോളർ, ഇന്ത്യയിൽ 65-70. ഓർക്കേണ്ട കാര്യം എന്താ, ബിജു കൃഷ്ണൻ പറഞ്ഞ രീതിയായ ഏറ്റവും നല്ല രീതി. ഇത് കൃഷിക്കാരൻ്റെ പ്രതിശീർഷ കൃഷിക്കാരൻ്റെ സബ്സിഡിയാണ് ബിജു പറഞ്ഞത്. അപ്പോൾ എത്ര പറയും? $650 ഇന്ത്യയിൽ. അമേരിക്കയിലോ $62,000. ഇന്ത്യയിലോ 181. കാരണം എന്താ, 53 കോടി ആളുകൾ ഇന്ത്യയിലുണ്ട്. 53 കോടി ആളുകൾ ഇന്ത്യയിലുണ്ട്. സബ്സിഡി നോക്കിക്കുക, ഒരു കൃഷിക്കാരന് അവർക്ക് കൊടുക്കുന്നതിൻ്റെ എത്ര, ഒരു 20-1 താഴെ. ഇത് നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാൽ അമേരിക്കൻ ഉഭയകക്ഷി നടപ്പിലായ കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി, ഡയറി പോൾട്രി മേഖലയിൽ തകർച്ച, ഇതൊക്കെ ബിജു പറഞ്ഞുകൊണ്ട് ഇന്ത്യ സർക്കാരിൻ്റെ ഉള്ളിരിപ്പ് എന്താ? സംശയം വേണ്ട കേട്ടോ. കഴിഞ്ഞ മെയ് മാസത്തിൽ നീതി ആയോഗ് ഒരു വർക്കിംഗ് പേപ്പർ പ്രസിദ്ധീകരിച്ചു. അതിലെന്താ ബാധിക്കണമെന്നറിയാമോ? സ്ട്രാറ്റജിക് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യൻ കാർഷിക മേഖലയെ തുറന്നിടാൻ നമ്മൾ തയ്യാറാവണം. ഇപ്പോൾ വലിയ പ്രയാസം ഉണ്ടാക്കുമെങ്കിലും ഭാവിയിൽ വലിയ നേട്ടം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞു വെച്ച്. അത് വലിയ ബഹളമായതോടെ പിൻവലിച്ചു. പക്ഷെ മനസ്സിലിരിപ്പതാ, ഇപ്പോൾ കോൾസ്റ്റോളിരിക്കുന്ന കാർഷിക നിയമങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾക്കിത് വ്യക്തമാവും. പിന്നെ ഒന്നുകൂടിയുണ്ട്, ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ആരെ ഇമ്പോർട്ട് ചെയ്യുക? അമേരിക്കൻ കമ്പനിയല്ല, അദാനിയുടെയും മറ്റും ആഗ്രി ബിസിനസ് കോർപ്പറേറ്റുകളാണ് ഇത് ചെയ്യുക. അവരുടെ സമ്മർദ്ദത്തിൻ്റെ പുറകിലുണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മളിപ്പോൾ എൻ്റെ കണക്കിലേക്ക് പോകണ്ട.
എത്രയാണ് തൊഴിൽ നഷ്ടം? ഏതാണ്ട് ഒരു 2 കോടിയോളം കൃഷിക്കാരുടെയും മത്സ്യത്തൊഴിലാളികൾ 2 കോടിയോളം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. മാക്രോ പ്രത്യാഘാതങ്ങൾ എന്ത്? കയറ്റുമതി ഇടിവ്. നൗ 20 ബില്യൻ്റെ നഷ്ടമല്ല, അത്രയും കയറ്റുമതി പറയുമ്പോൾ നാട്ടിൽ ഇപ്പോൾ ചെമ്മീൻ്റെ വില, കയറ്റുമതി ഇല്ലെങ്കിൽ ചെമ്മീൻ്റെ വില താഴും, കയറ്റുമതി ഇല്ലെങ്കിൽ സ്പൈസസിൻ്റെ വില താഴും. കയറ്റുമതി ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രമല്ല, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും. ഇങ്ങനെ വരുമ്പോഴെന്ത് ചെയ്യും? അതിവർ പറയും ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നില്ല. കഴിഞ്ഞ മാസം നിർമ്മലാ സീതാരാമൻ ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ, ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോർപ്പറേറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഈ അന്തരീക്ഷം ഇടിവുണ്ടാക്കും, തൊഴിൽ നഷ്ടം, ഉപഭോഗത്തിൽ നഷ്ടമുണ്ടാക്കും, GDP വളർച്ച മന്ദീഭവിക്കും. നമുക്കിവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതല്ലാതെ, ഇത് കീഴടങ്ങിയല്ലാതെ മാർഗമില്ല എന്നുള്ളതിൽ നിന്ന് മാറി ദർ ആർ റിയൽ ഓപ്ഷൻസ്, ടാരോ എന്നൊരു നിലപാട് സ്വീകരിക്കണം. ഇവിടെ നടക്കാൻ പോകുന്ന ബാക്കി അവതരണങ്ങളിൽ ഇത്തരത്തിലുള്ള ബദൽ നിർദ്ദേശങ്ങളും ഉയർന്നു വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ CIT മാത്രമല്ല, സമ്മേളനം സംഘടിപ്പിക്കുന്ന CIT ആണെങ്കിലും എല്ലാ ട്രേഡ് യൂണിയനുകളും, അതോടൊപ്പം തന്നെ കരീം പറഞ്ഞതുപോലെ ഇവിടുത്തെ സംരംഭകരും, എക്സ്പോർട്ടേഴ്സ്, ആ വ്യവസായങ്ങൾക്ക് വേണ്ടിയുള്ള പാക്കേജ്, തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള നഷ്ടപരിഹാരം, ഇതിനു വേണ്ടി കേരളം ഒറ്റക്കെട്ടായി വരണു. നമ്മുടെ ആലപ്പുഴയിൽ, കൊല്ലത്ത്, തീരപ്രദേശത്ത് ഒക്കെ ട്രംപിൻ്റെ എഫിജീസ് കത്തണമെന്ന് ആഗോള വാർത്തയാവണമെന്ന്. അപ്പോഴേ ഇന്ത്യ സർക്കാരിനും കേരളം എന്നൊരു സംസ്ഥാനമുണ്ട്, അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടാവൂ. ഇന്ത്യ സർക്കാർ ഉണ്ടാക്കുന്ന പാക്കേജിൽ കേരളത്തിൻ്റെതായ സ്ഥാനം ലഭിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു.